നമുക്ക് ബാക്കി വിശേഷങ്ങൾ പറഞ്ഞാലോ. അങ്ങനെ ഞങ്ങൾ ഋഷികേശിലെത്തി. കണ്ട കൗതുകത്തിൽ ഞങ്ങൾ വെള്ളത്തിലൊക്കെ ഇറങ്ങിയിട്ട് ഭയങ്കര തണുപ്പായിരുന്നു എൻ്റെ പൊന്നെ. നമ്മളിപ്പോൾ ഉള്ളത് ത്രിവേണിഘട്ടിലാണ്. ത്രിവേണിഘട്ടിൻ്റെ തൊട്ടടുത്തായിട്ടാണ് നമ്മൾ റൂമിൽ നിന്ന് നോക്കിയാൽ നമുക്ക് ത്രിവേണിഘട്ട് കാണാം കേട്ടോ. ഈ ത്രിവേണിഘട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 നദികൾ കൂടിച്ചേർന്നതാണ്. ഗംഗ, യമുന, സരസ്വതി 3 നദികളാണ് കേട്ടോ. റൂമൊക്കെ നല്ല റൂമായിരുന്നു. അതാണ് റൂമ്. നല്ല വലിയൊരു ബാത്റൂമും എല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ റൂമിൽ കയറുന്നു, ഫ്രഷായി. എന്നിട്ട് നേരെ നമ്മൾ ഘട്ടിലേക്ക് പോയി കേട്ടോ. കുറേ സാധനങ്ങൾ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ശംഖ്, മാല, ആരതി, അങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ടായിരുന്നു കേട്ടോ. ഇതാണ് അതിൻ്റെ കവാടം. അതപ്പോൾ നിറയെ ആൾക്കാരുണ്ട്. വലിയൊരു ഫ്ലാഗൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നമ്മുടെ. അങ്ങനത്തെ ഈ കല്ല് ഞാൻ റീൽസിൽ കുറേ കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കണ്ടു. നമ്മളിതാ അങ്ങോട്ട് ഇറങ്ങാൻ പോയിരുന്നു. നമ്മൾ പോയി ആരതിക്ക് ഒഴുകി കേട്ടോ. അപ്പോൾ തിരക്കൊക്കെ ആയി വരണുള്ളൂ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ സമാധാനത്തിൽ പോയിട്ട് ഞങ്ങൾ 3 പേരും ആരതിയൊക്കെ ഒഴുക്കിയിട്ടോ. എന്നാലും നമ്മൾ നേരെ ഈ റിവർ കടന്ന് നമ്മൾ അപ്പുറത്തേക്ക് പോയിട്ടോ. നമുക്ക് ഇറങ്ങി നടക്കാനുള്ള അത്ര ഇതുണ്ടാകുള്ളൂ. അന്ന് നല്ല ഒഴുക്കുണ്ടായിരുന്നു. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ വേറെ വീഡിയോയിൽ പറയാമേ.